അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി കെ ബാബുവിന്റെ മകളുടെ പേരിലുള്ള ലോക്കർ പോലീസ് മരവിപ്പിച്ചു. 117 പവൻ കണ്ടെടുത്തു. ബാബുവിന്റെ PA നന്ദകുമാറിനെയും വിജിലൻസ് ചോദ്യം ചെയ്തു. പലയിടങ്ങളിലും ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിജിലൻസ് റെയ്ഡുകൾ നടക്കുകയാണ്. ബിനാമികളുടെ വീടുകളിൽ റെയ്ഡുകൾ നടക്കുന്നു. അവരുടെ അനധികൃത ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തുന്നു. ഏതായാലും ബാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വിധത്തിൽ പുരോഗമിക്കുമ്പോൾ ഇന്നിപ്പോൾ KM മാണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിഷയം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഈ ബാർക്കോഴ കോഴി നികുതി ആ തട്ടിപ്പുകൾക്ക് പിന്നാലെ വന്നിരിക്കുന്ന പുതിയ വിവാദങ്ങളും മാണിയെ കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് അത്തരം നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ബാബുവിനെ സംരക്ഷിക്കാനായി പ്രത്യക്ഷത്തിൽ സുധീരൻ വന്നില്ല എന്ന ആക്ഷേപം ഹസൻ അടക്കം ഉന്നയിക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വരികയാണ്. തത്സമയം നമുക്കിപ്പോൾ ചർച്ചയിൽ പങ്കുചേരുന്നത് ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ A. റഹീമുണ്ട്, ആന്റണി രാജു, ഒപ്പം തന്നെ ഫക്രുദ്ദീൻ എന്നിവർ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നമ്മളൊപ്പം ജോയിൻ ചെയ്തതാണ്. ഇപ്പോൾ PS സലീം കോൺഗ്രസ് നേതാവ് കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീ PS സലീം, ഇപ്പോൾ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു അനുവാദം കിട്ടാൻ കാത്തിരുന്നതുപോലെ ഉള്ള ഒരു വലിയൊരു സുനാമി പോലെ അടിച്ചു വരികയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിരുന്ന ഒളിഞ്ഞും തെളിഞ്ഞും വന്നിരുന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ തുടർച്ചയായ റെയ്ഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബാബുവിനെയും മാണി ഇപ്പോൾ ഒപ്പമില്ല എങ്കിൽ കൂടി മാണിയെയും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ ആ വിഷയത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പൊതുവിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ശ്രീ PS സലീം? അല്ല, സൗമ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു വലിയ സുനാമി പോലെ ആരോപണങ്ങൾ വന്നു എന്നും അത് സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയെന്നുള്ള രൂപത്തിലുള്ള ഒരു വിശകലനം, അതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പുണ്ട്. ഈ കേരള സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി എന്ന നിലയിൽ വിജിലൻസ് എന്നും സ്വതന്ത്രവും നിഷ്പക്ഷമായിരിക്കണം എന്ന നിലപാടാണ് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത്. സ്വാഭാവികമായി അത്തരം നിലപാടുകൾ വിജിലൻസ് സ്വീകരിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു കാരണത്തിൻ്റെ പേരിൽ വിമർശന വിധേയമാവേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ സൗമ്യ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ വിജിലൻസിൻ്റെ അന്വേഷണം അത് ശരിയായ ദിശയിലാണെങ്കിൽ, അത് സുതാര്യമാണെങ്കിൽ, അത് നിഷ്പക്ഷമാണെങ്കിൽ, മറ്റ് താല്പര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ പിന്നിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം അന്വേഷണങ്ങളെ വളരെ അത് വളരെ കൂളായി അത് കാണാനുള്ള ഒരു മാനസിക സംസ്കാരം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണവും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ മാധ്യമ വിചാരണ, അതല്ലെങ്കിൽ മാധ്യമങ്ങളോട് നൽകുന്ന ഒരു പ്രചരണം, ആ പ്രചരണത്തിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം, അതൊരു നിഷ്കളങ്കമായ ഒരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പൂർണ്ണമായും കരുതാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കെ ബാബുവിനെതിരായി അഴിമതി ആരോപണം വരുന്നത് എക്സൈസ് പോലെയുള്ള വളരെ സെൻസിറ്റീവായ ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തിട്ടും കേരളത്തിൽ ബാറുകൾ നിരോധിക്കാനുള്ള തീരുമാനം UDF ഗവൺമെൻറ് സ്വീകരിച്ചതിന് ശേഷം, അതിനുശേഷവും ഒരു ഘട്ടം കഴിഞ്ഞാണ് കെ ബാബുവിനെതിരെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായി അഴിമതി ആരോപണം വരുന്നത്. ആ ആരോപണങ്ങളുടെ പിന്നിൽ കേരളത്തിൽ ഒരു നിഷ്പക്ഷ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളും അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ ബാർ ഉടമകൾ നേരിട്ട് പ്രത്യക്ഷമായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. ഏതായാലും ആദ്യം താങ്കളുടെ മറുപടിയിലേക്ക് വരേണ്ടതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് ഇത്രയും സമയം തന്നത്. ഇവിടെ ഒരാൾ അസ്വസ്ഥനാകുന്നുണ്ട്, കാരണം അതിലും വലിയ ചില കാര്യങ്ങൾ പറയാനായിട്ടിരിക്കുകയാണ് ഇവിടെ ശ്രീ ആന്റണി രാജു. അല്ലല്ല, ഇന്ന് ഒരു സുപ്രധാനമായ ഒരു വിഷയം, പ്രത്യേകിച്ച് ഈ മാണിയുമായി ബന്ധപ്പെട്ട്, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ല, അന്നത്തെ ആ വിഷയത്തിൽ താങ്കൾ കൂടെ പേര് ഇതിനിടയിൽ വലിച്ചടയ്ക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു മറുപടി പറഞ്ഞ ശേഷം നമുക്ക് ബാബു വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നു.
എന്താണ്? അല്ല, സമിതിയിൽ താങ്കൾ ഉൾപ്പെട്ട സമിതി അന്നത്തെ ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ നിയമ ഞാനിലേക്ക് നടപടിയിലേക്ക് വരാം. ഇന്ന് പിന്നെ ഈ കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ ഗൂഢാലോചനയെ അന്വേഷിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ സമിതിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് മാർച്ച് 31, 2016 തയ്യാറാക്കിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരുൾപ്പെടെ അടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു. ശ്രീ എഫ് തോമസ്, ഞങ്ങളുടെ അന്വേഷണ കമ്മിറ്റി ചെയർമാനായ CF തോമസ് നിഷേധിച്ചതിന് ശേഷവും ശ്രീ കെ എം മാണി ചില മാധ്യമങ്ങളോട് പറഞ്ഞു അത് പിന്നെ അദ്ദേഹത്തിൻ്റെതായ ലെവലിൽ വേറെ ആളുകളെ വെച്ച് അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കവർ പേജിൽ ഈ ഞങ്ങളുടേതെന്ന് നേരത്തെ രൂപീകരിച്ച ഞാനുൾപ്പെടെ ആളുകളുടെ പേരച്ചടിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ശ്രീ കെ എം മാണി ഞങ്ങളുടെ പേരുപയോഗിച്ചൊരു വ്യാജ രേഖയുണ്ടാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാണി സാറ് മാറ്റി പറഞ്ഞു അത് ഈ റിപ്പോർട്ട് പിന്നെ എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല എന്ന് മാറ്റി പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് പുറപ്പെടുവിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതൊരു വ്യാജരേഖയാണ്. ഞങ്ങൾ ഈ പാർട്ടി വിട്ട് 2016 മാർച്ച് 4 പോയതാണ്. ഞങ്ങളുടേതാക്കി പേര് വെച്ചുകൊണ്ട് റിപ്പോർട്ട് മാർച്ച് 31, 2016 തയ്യാറാക്കിയെന്ന് പുറത്തു വന്ന് കൃത്യമായ വ്യാജരേഖ. ഇതിനകത്ത് വളരെ ഗൗരവതരമായൊരു സംഗതിയുണ്ട്. ഇതിനകത്ത് മറ്റാരുടെ പേര് പരാമർശിച്ചതിനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ADGP ഇന്നത്തെ DGP ആയിരിക്കുന്ന ജേക്കബ് തോമസിൻ്റെ പേര് ഇതിനകത്ത് വലിച്ചഴിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പിന്നിൽ ഈ റിപ്പോർട്ടൊന്ന് പുറത്തു വിട്ടതിൻ്റെയും ശ്രീ ജേക്കബ് തോമസിൻ്റെ പേരിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്താ? ശ്രീ കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസുകൾ ഒന്നൊന്നായി അദ്ദേഹവുമായി മറ്റ് കേസുകളെല്ലാം അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് ശ്രീ ജേക്കബ് തോമസ്. അപ്പോൾ മുൻകൂട്ടി തന്നെ ജേക്കബ് തോമസാണ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞൊരു മുൻകൂട്ടി ഒരു ഏററിഞ്ഞാൽ ജേക്കബ് തോമസിനെ പ്രതിയാക്കിയാൽ ഒന്നുകിൽ നാളെ ഇദ്ദേഹത്തിന് ആവശ്യപ്പെടാം, ഇദ്ദേഹമാണ് ഗൂഢാലോചന നടത്തിയത് ഞങ്ങളുടെ പാർട്ടി കണ്ടെത്തിയ റിപ്പോർട്ടിലുണ്ട്, ജേക്കബ് തോമസിനെ മാറ്റണം. നാളെ ശ്രീ മാണിക്കെതിരെ ഒരു കുറ്റപത്രം കൊടുത്താൽ കോടതിയിൽ വക്കീലിന് വാദിക്കാം, ഞങ്ങൾ പണ്ടേ പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ ഇദ്ദേഹമാണ് ഗൂഢാലോചന നടത്തിയത്, ഇദ്ദേഹം തന്നെയാണ് പ്രതി, ഇദ്ദേഹം തന്നെയാണ് കേസ് അന്വേഷിച്ചത്, അതുകൊണ്ട് എൻ്റെ പ്രതി നിരപരാധിയാണ് വിടണമെന്ന്. ഇങ്ങനെ വളരെ ഒരു ഗൂഢാലോചന. ഞാൻ പറയുന്നത് ഇതൊരു ഗൗരവമായ വിഷയമാണ്. ഒരു മന്ത്രിക്കെതിരെ ഒരു DGP ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി കണ്ടെത്താത്ത റിപ്പോർട്ട് ഞങ്ങളുടെ പേരൊക്കെ വെച്ചുകൊണ്ട് പുറത്തു വിട്ടാൽ ഇത് ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമല്ല, നിസ്സാര കാര്യമാണോ ഇത്? അതുകൊണ്ട് ഇത് കെ എം മാണി പിന്നെ തള്ളിപ്പറഞ്ഞെങ്കിലും ആദ്യം അംഗീകരിച്ച പിന്നെ കാര്യമാണ് ഈ റിപ്പോർട്ട്. അതുകൊണ്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് എന്തിന് ശ്രീ ജേക്കബ് തോമസിൻ്റെ പേര് വലിച്ചഴിച്ചു? മാണി ഗ്രൂപ്പിൻ്റെ ആണെന്ന് ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ട് എന്തിന് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടു? ഇന്നലെ കോട്ടയത്ത് ചേർന്ന കെ എം മാണിയുടെ പാർട്ടി ഓഫീസിൽ ചേർന്ന കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു മഞ്ഞ കവറിനകത്ത് ഈ റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് മാണി സാറ് ഞാനുൾപ്പെടെയുള്ള ആളുടെ അന്വേഷിച്ച റിപ്പോർട്ട് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നു, ഇത് പിന്നെ ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ഇതാണെന്നുകൊണ്ട് ഇന്നലത്തെ കമ്മിറ്റി ചില വാചകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അതിനുശേഷമാണ് ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഈ രീതിയിൽ തയ്യാറാക്കി ഒരു വ്യാജരേഖ തയ്യാറാക്കി പുറത്തുവിട്ടതിൻ്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യം ഈ പുറത്തുവിട്ടവർക്കുണ്ട്. അത് കണ്ടെത്താതെ പോയാൽ നാളെ കേരളത്തിലെ ഇത്രയും പരമോന്നതനായ ഉദ്യോഗസ്ഥനെതിരെ, DGPയുടെ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായവർ നാളെ എന്തും ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇത് CF തോമസ് റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പ്രതിക്കൂട്ടിലായത്. കാരണം ഞങ്ങളുടെ പേരിനകത്ത് എഴുതിയിരിക്കുന്നു CF തോമസ് ചെയർമാനായ ഭാഗ്യത്തിന് ആ CF തോമസ് എന്തായാലും പറഞ്ഞു ഈ റിപ്പോർട്ട് ഞങ്ങളുടെ റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആര്? ശ്രീ കെ എം മാണി തന്നെ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെതായ സംവിധാനത്തിലൂടെ അദ്ദേഹം അന്വേഷിച്ചാണ്. കെ എം മാണി ആരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി? ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തായിരുന്നു കെ എം മാണി ചോദിച്ചാൽ പറയുമല്ലോ. ഇത് ഈ മറ്റ് രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള ഞാൻ വിടുന്നു, പക്ഷേ DGPക്കെതിരെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു. യഥാർത്ഥത്തിൽ ഈ ഇത്രയും ചർച്ച നടന്ന സമയത്ത് PC ജോർജ് അടക്കം പറയുന്നുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഒരു ഘട്ടത്തിലെങ്കിലും അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അണികളെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമില്ലേ മാണിക്ക്? ആർക്കാ? മാണിക്കുണ്ട്, തീർച്ചയായിട്ടും. ആണല്ലോ മാണി സാറ് 2015 പകുതി മുതൽ കേരളത്തിലെ ജനങ്ങളോട് പല ചാനലുകളിലും ഇൻ്റർവ്യൂവിലും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ഗൂഢാലോചനയെ ഞങ്ങളുടെ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്, ആ പേര് വിവരങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, കിൻ പിൻ ആരെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ
ഈ മുന്നണിയുടെ മര്യാദയോർത്ത് ഞങ്ങൾ പുറത്തുവിടുന്നില്ലെന്ന് 2015 മുതൽ പറഞ്ഞു. എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടെന്ന് ആവർത്തിച്ച് എത്രയോ ചാനലുകളിൽ മാണിസാർ പറഞ്ഞത് നിങ്ങളുടെ ക്ലിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മാർച്ച് 31 റിപ്പോർട്ടുണ്ടാക്കി ആരെയൊക്കെ പ്രതിയാക്കി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് അനുവദിക്കില്ല. ഞങ്ങളൊക്കെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. ശ്രീ റഹീം, ഇവിടെ നമ്മൾ ഏതായാലും ആദ്യം പോയത് സലീമിന്റെ വാക്കുകളിലേക്കാണ്. അവിടെ സലീം പറയുന്ന പോലെ കാര്യങ്ങൾ കൂളാണ്, കാരണം ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രതികാരമാണെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കാണാനാകുമോ? കാരണം ഇത് ഒരു വിഷയമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സലീമിന് കൂളായിട്ടിരിക്കാം. കെ എം മാണിയുടെയും അടൂർ പ്രകാശിൻ്റെയും കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ നെഞ്ചിടിപ്പ്, എൻ്റെ പൊന്ന് സലീമെ, അവരുടെ മുമ്പിലിരുന്ന് കൂളെന്നൊക്കെ പറഞ്ഞാൽ ശ്രീ സലീം അവരോടുള്ള അധിക്ഷേപം കൂടിയാണ്. അവരോട് വലിയ ക്രൈം ശ്രീ സലീം ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇത് നല്ല വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. കഴിഞ്ഞ കുറേ കാലമായി വിജിലൻസിനെ കൂട്ടിലടച്ച തത്തയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എത്രയോ അഴിമതികൾ നടന്നു. ആ അഴിമതികളോട് കഴിഞ്ഞ സർക്കാർ എന്തോ കാര്യമായി ഇടപെട്ടു എന്നാണ് ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അഴിമതിക്കെതിരെ ഏതെങ്കിലും വിജിലൻസ് മേധാവിയെ നിങ്ങൾ മാറ്റിയത് പോട്ടെ, ഏതെങ്കിലും ഒരു വകുപ്പ് മേധാവി ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ആ വകുപ്പ് മേധാവിയെ നിങ്ങൾ ആ വകുപ്പിൽ വെച്ച് വാഴിച്ചിട്ടുണ്ടോ ഒരു നിമിഷമെങ്കിലും? പിന്നെ നിങ്ങൾ എവിടെയെല്ലാം നാടുകടത്തി? എത്രയോ സമർത്ഥരായ ഉദ്യോഗസ്ഥർ അവരുടെ ഉദ്യോഗം തന്നെ അവസാനിപ്പിച്ച് വനവാസത്തിന് പോകേണ്ടി വന്നു. നിങ്ങളുടെ ഗവൺമെൻറ് അഴിമതിയോട് എന്ത് സമീപനമായിരുന്നു എന്ന് കേരളീയർക്ക് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ വർദ്ധിത ഭൂരിപക്ഷത്തോടെ ഞങ്ങളെ അധികാരത്തിലേക്ക് എത്തിച്ചത്, നിങ്ങളെ ഇപ്പോൾ മൂലക്കിരുത്തിയത്. ആ ജനങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുകയാണ് കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ വലിയ കാര്യം ചെയ്തതെന്ന്. ഞാൻ ശ്രീ സലീമിൻ്റെ ആരോപണങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇവിടെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ അഴിമതിക്കെതിരായ ഒരു വലിയ സമരം നടക്കുന്നു. അത് കെ എം മാണിക്കും കെ ബാബുവിനുമെതിരെ മാത്രമല്ല. ഇപ്പോൾ മലബാർ സിമൻസിൻ്റെ MD ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ സിമൻസിൽ റെയ്ഡ് നടന്നിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ, സിഡ്കോയിൽ ഒരുപാട് മേഖലകളിൽ അത് ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുണ്ട്, മുൻ മന്ത്രിമാർക്കെതിരെ, ഒരുപാട് പേർക്കെതിരെ. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അഴിമതിക്കെതിരായ ഒരു ക്ലീൻ സ്വീപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നിപ്പോൾ വ്യക്തമായ വേറൊരു വിവരം കൂടി മാധ്യമങ്ങൾ പുറത്തു നൽകുന്നുണ്ട്. അത് ജേക്കബ് തോമസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും സംശയത്തിന് നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കേരളത്തിനൊരു പുതിയ അനുഭവമാണ്. കേരളീയർ ഒരു മിഡിൽ ക്ലാസ്സിലെല്ലാം പെട്ടവർ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആകെ കൃത്യമായി രാഷ്ട്രീയത്തോട് തന്നെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നോട്ടയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രശ്നം അഴിമതിയാണ്. നമ്മുടെ സിസ്റ്റത്തെ ആകെ അഴിമതി ബാധിച്ചിരിക്കുന്നു. അതിനെതിരായി ജനങ്ങൾ ആഗ്രഹിച്ച അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നുണ്ടായത്. ഇതിനെതിരെ ഇപ്പോൾ VM സുധീരൻ ഒന്നും മിണ്ടിയിട്ടില്ല, രമേശ് ചെന്നിത്തല ഒന്നും മിണ്ടിയിട്ടില്ല. ഈ പറഞ്ഞതിന് പുറമെയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഞാനീ പറയുന്നത്. കെ എം മാണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീ ആന്റണി രാജു പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹമാണ് അത് കൂടുതൽ പറയാൻ ഉചിതൻ. ഇപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ ഒന്നും പറഞ്ഞു, കോൺഗ്രസിനകത്ത് ഇതിൻ്റെ ഒന്നും വ്യക്തമായ നിലപാടുണ്ടോ? ഉമ്മൻചാണ്ടി ഇന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി, സ്വയം പ്രതിരോധം ഉയർത്തിപ്പിടിക്കുകയാണ് പാവപ്പെട്ട ശ്രീ ബാബുവിനെ കുറിച്ച് ഇവർ പറയുന്നത് ബാബുവിനെ സംരക്ഷിക്കണമെന്ന് ഇപ്പോൾ MM ഹസനും പറഞ്ഞിരിക്കുന്നത്. ബാബുവിനെങ്കിൽ മാത്രമായിരിക്കില്ലല്ലോ, ബാബുവിന് മാത്രമായിട്ടൊരു രക്ഷാ പാക്കേജ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റില്ല. സുധീരൻ അറിയാൻ നന്നായിട്ടത്. കാര്യം ശ്രീ VM സുധീരൻ്റെ മുൻപിൽ അങ്ങനെ ഒരു രക്ഷാ പാക്കേജ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒരു വലിയ നിരയുണ്ടേ. ഞാൻ അതിലേക്ക് എത്താം. ഫക്രുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാബുവിൻ്റെയും മാണിയുടെയും കാര്യം മാത്രമാണ്. ഇവിടെ ആദ്യ ആരോപണം ഉന്നയിച്ച് രംഗത്തല ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചു വന്ന ബിജു രമേശ് തന്നെ പറയുന്നുണ്ട്, ബാബു മാത്രം അറിയാതെ ഇതൊന്നും നടക്കില്ല, ഇതിനെല്ലാം മാസ്റ്റർ മൈൻഡ് ഉമ്മൻചാണ്ടിയാണ്, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അതിലേക്ക് നീങ്ങാതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുക തന്നെയാണോ പുറത്തും ഒപ്പം കോൺഗ്രസിനുള്ളിലും? അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം കാര്യങ്ങളുടെ ഒരു പോക്ക് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതേണ്ടത്. ഒന്നാമത് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് അഴിമതി കേസൊക്കെ നടത്തിയപ്പോൾ ഞാൻ വിചാരിച്ച മോഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നായിരുന്നു. അത് നമ്മൾ എതിർക്കും പോയി. പക്ഷെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. മൂപ്പരും ദില്ലി ദർബാറിൻ്റെ ഭാഗമാക്കായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ പിണറായി ഗവൺമെൻറ് എല്ലാം ശരിയാവുമെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മൾ ചരിത്രത്തിൽ മുമ്പ് കണ്ടത് അങ്ങനെ കാര്യമായിട്ട് ആരും ഇടപെട്ടിട്ടും കണ്ടിട്ടില്ല അഴിമതി കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നാൽ വളരെ സജീവമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് വളരെ കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. ജനവിധി നമ്മൾ മാനിക്കണം. ഇപ്പം റഹീം പറഞ്ഞ പോലെ ഈ മിഡിൽ ക്ലാസ്സിന് പൊളിറ്റിക്സ് താല്പര്യമില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം അഴിമതിയാണ്. വേറെ മറ്റു വിഷയങ്ങളുണ്ട്, ഈ പറഞ്ഞ സ്വജനപക്ഷപാതിത്വം, റോഡുകളുടെ ശോചനീയ അവസ്ഥ, അക്രമ രാഷ്ട്രീയം, ക്രിമിനലൈസേഷൻ പോളിറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ ഭാഗത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഓഫീസിന് ബോംബ് വെക്കണം എന്നൊരു സാധാരണക്കാരനെ തോന്നിപ്പിക്കുന്നത് ഈ അഴിമതിയാണ്. അപ്പോൾ അതിനെ താഴെ തട്ടി തന്നെ അതിന് അന്ത്യം കുറിക്കേണ്ടതായിട്ടുണ്ട്. അത് പിണറായി ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് അതിൻ്റെ ആത്മാർത്ഥത എനിക്കൊരു സംശയമില്ല. കാരണം
നോക്കുകൂലി എന്നാണ് ഏറ്റവും കൂടുതൽ CIT-ക്കാരുടെ മേലും ATC-ക്കാരുടെ മേലും INTUC-ക്കാരുടെ മേലും BMS ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ CIT തന്നെയാണ്. അവർക്കെതിരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നോക്കൂലിക്കെതിരെ അതിശക്തമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നോക്കൂലി വേറെ രീതിയിലുള്ള അഴിമതി തന്നെയാണ്, ആര് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും. അപ്പോൾ ഈ ആത്മാർത്ഥതയ്ക്ക് കേരള ജനങ്ങൾ അതിന് ചെവി കൊടുക്കും. രണ്ട്, ഒരു ഗവൺമെൻറ് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പാഠമാകേണ്ടതാണ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ പോലെ അല്ല തോന്നുക, ഒരു കാലത്ത് ജനങ്ങൾ ഇനി ഞങ്ങളെ അംഗീകരിക്കില്ല. ഒരു മാറ്റം വേണം. അത് എൻ്റെ പൊളിറ്റിക്കൽ ക്ലാസ്സിനെ ഒരു ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. ഉദ്യോഗസ്ഥർക്ക് ഓൾറെഡി ഒരു പേടിയുണ്ട്, ഒരു എഫക്റ്റ്. അതുപോലെ കോർപ്പറേറ്റ് അഴിമതി നമ്മൾ തീരെ കാണാതെ ഇൻവിസിബിൾ ആയിട്ടുള്ള അഴിമതിയാണ്, അവിടെ ഒരു പേടി വരും. അത് വലിയ യാഥാർത്ഥ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ മാണിസാറിനുള്ള ഏറ്റവും വലിയ പേടി എന്താ പറയുക, ഈ നിൽക്കുന്ന മനുഷ്യനാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ ഒന്ന് അന്വേഷണ കമ്മീഷൻ എന്ത് പറഞ്ഞാലും കൃത്യമായി ചേട്ടനായി തെളിവുണ്ടാവും. ഇപ്പം പറഞ്ഞു കേട്ടല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കാനാണ് മാണിസാർ കമ്മീഷൻ വെച്ചത്. അപ്പം അന്ന് അനണി ചേട്ടനൊക്കെ തന്നെ ഗൂഢാലോചനയെ പറ്റിയാണ് സംസാരിച്ചത്, അഴിമതി പരിഹരിച്ചിട്ട്. അഴിമതി ഒരു സാർവത്രികമായ റിയാലിറ്റിയാണ്, അതുകൊണ്ട് അഴിമതിയെ പറ്റി അന്വേഷിക്കേണ്ടതെന്നാണോ മാണിസാർ വിചാരിച്ചത്? അങ്ങനെയാണ് അഴിമതിയെ പറ്റി അന്വേഷിക്കേണ്ടിയിരുന്നില്ലേ, ഗൂഢാലോചനയെ പറ്റി അന്വേഷിച്ചത്? അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം ഇദ്ദേഹം LDF-ന്റെ ഭാഗമായിട്ട് വരികയുണ്ടായി. ഇതെല്ലാം കൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നിലയിലാണ് എല്ലാ അർത്ഥത്തിലും LDF ഈ ഗവൺമെൻറ്റും കേരള ജനത അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ശ്രീ സലിം, താങ്കൾ ആദ്യം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സ്വാഭാവികമായും രാഷ്ട്രീയമായ ഒരു പ്രതികാരം എന്ന രീതിയിലൊക്കെ തന്നെയായിരിക്കും. ഇവിടെ പൊതുവിൽ ഉയർന്നു വന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് നിലവിൽ ബാബുവിനും മാണിക്കുമെതിരെയല്ല കേസുകൾ, വിജിലൻസ് പൊതുവായ എല്ലാ വിഷയങ്ങളിലും അഴിമതി എന്ന വിഷയത്തിൽ തന്നെ വലിയൊരു നിയമ നടപടിയിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലം ഒക്കെ കൂടി പരിശോധിച്ചാൽ താങ്കൾ പറഞ്ഞതിനെ വീണ്ടും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ സലിം? അല്ല സ്വാമി, ഇപ്പം അഡ്വക്കേറ്റ് റഹീം പറഞ്ഞൊരു കാര്യം അവിടെ സൂചിപ്പിച്ചു. മലബാർ സിമൻസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മലബാർ സിമൻസിൻ്റെ MD ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? മലബാർ സിമൻറ്റിലെ അഴിമതി മാത്രമല്ല, ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ മക്കളും ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ കേരളത്തിൻ്റെ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് നടത്തിയ അന്വേഷണത്തിലെ പ്രധാന പ്രതിയാണ് ഞങ്ങൾക്കെതിരായി ഇന്ന് വിജിലൻസിൻ്റെ മുമ്പിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നെന്നുള്ള ഒരു വർത്തമാനകാല വൈരുദ്ധ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം എവിടെയെങ്കിലും ഒരാൾക്കെതിരെ അഴിമതിക്കെതിരായി നിലപാട് ഉണ്ടെങ്കിൽ അവർക്കെതിരായി കൂടി ഈ അഴിമതിക്ക് വിധേയരായ ആളുകൾ പിന്നീട് അവർ അഴിമതിക്കെതിരായുള്ളൊരു പ്രചാരണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വൈരുദ്ധ്യം അതുകൂടെ കണ്ടുവരും. ഞാനിപ്പം മലബാർ സിമൻസിൻ്റെ കാര്യം റഹീമോട് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾക്ക് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർവികാരമായ സമീപനമാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ആ മൗനത്തിന്റെ അർത്ഥം ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഹസൻ പോലും ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് ബാബുവിനെ സംരക്ഷിക്കണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, സൗമ്യ, നിങ്ങൾക്ക് വാർത്തകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു അഭിവാഞ്ചയ്ക്ക് VM സുധീരൻ നിന്ന് തരണം എന്ന് പറയുന്നത് ശരിയല്ല. VM സുധീരൻ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് 22 പവനും 1 ലക്ഷം രൂപയും ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കേരളത്തിലെ ഏറ്റവും എന്നുള്ളൊരു ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കണം. ഹസനാണ് പറഞ്ഞത് ബാബുവിനെ സംരക്ഷിക്കാനുള്ള ചുമതല കോൺഗ്രസിനുണ്ടെന്ന്. റഹീം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് KPCC പ്രസിഡന്റ് എങ്ങനെ MM ഹസനാണ് സലീം, ഇന്ന് ശ്രീ MM ഹസനാണ് പറഞ്ഞത് VM സുധീരൻ കാണിക്കുന്നത് ശരിയല്ല, VM സുധീരൻ കാണിക്കുന്നത് രാഷ്ട്രീയമായി ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞ ഹസന്റെ നിലപാട് ശുദ്ധ അസംബന്ധമാണെന്നാണോ ശ്രീ സലീം പറയുന്നത്? അതോ ഞങ്ങൾ പറയുന്നത് വിടുക? കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റായ ഉന്നതാധികാര സമിതി അംഗമായ ശ്രീ ഹസൻ പരസ്യമായി പറഞ്ഞിരിക്കുക മറുപടി കൊടുക്കൂ. ആനന്ദ് രാജു, നിങ്ങൾ കഴിഞ്ഞ
ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് കെ എം മാണിയെ ന്യായീകരിച്ച് ഈ ചാനൽ നമ്മൾ എന്താ സലീം പറയുന്നത്? ഈ അന്വേഷണത്തിന്റെ ഞാൻ അഴിമതി ന്യായീകരിച്ചിട്ടില്ല സലീമേ. സലീം ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇത്തരം ഈ അന്വേഷണം കാരണം എന്താണെന്നറിയാമോ? ഈ അടുത്ത കാലം വരെ BJP എന്ന് പറയുന്ന പാർട്ടി ഈ രണ്ട് മുന്നണികൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വാദം എന്താണ്? ഈ രണ്ട് മുന്നണികളും അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ്. 5 കൊല്ലം UDF ഭരിക്കുന്നു, അവർ അഴിമതി നടത്തുന്നു. തിരിച്ച് LDF വരുമ്പോൾ അതിനെല്ലാം മൂടി വെക്കുന്നു. ഇതാ തിരിച്ച് 5 കൊല്ലം LDF അഴിമതി നടത്തുന്നു, അതിന് UDF മൂടി വെക്കും എന്നുള്ള ആരോപണമായിരുന്നല്ലോ. ആ ആരോപണത്തിനുള്ള ചുട്ട മറുപടിയാണല്ലോ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇപ്പോൾ എണ്ണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളിവിടെ പറഞ്ഞു, സലീം ഇവിടെ പറഞ്ഞു, ഇവിടെ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ KM മാണിയുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ലൈവായിട്ടാണല്ലോ അന്വേഷണ വാർത്ത UDFന്റെ ഭരണകാലത്ത് കൊടുത്തത്. അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു മിടുക്കാണ്. അതിനെ നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് മറുപടിയിലേക്ക്. ശരി, ഞാൻ ഏതായാലും വളരെ വേഗം തിരികെ എത്താം. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്താൻ ശ്രീ VS സലീം ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ റഹീം, ഒരുപക്ഷെ ഇവിടെ ആവർത്തിച്ച് അദ്ദേഹം വീണ്ടും അതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷേ അതിനുള്ളൊരു മറുപടി ഇല്ല. അദ്ദേഹം ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാർത്താ കുറിപ്പും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞത് ആരോപണ വിധേയരായവർ, ചില നഷ്ടങ്ങളുണ്ടായവർ, അവരെല്ലാവരും ഉയർത്തിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന റെയ്ഡ്, അതിൻ്റെ ധാർമ്മികത, ഇതെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചത്. തെറ്റാണ്. ഇപ്പോൾ VM രാധാകൃഷ്ണൻ്റെ കാര്യമാണ് പറയുന്നത്. VM രാധാകൃഷ്ണനെതിരായിട്ടുള്ള എത്രയോ കേസുകൾ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. VM രാധാകൃഷ്ണൻ സർക്കാർ തമ്മിൽ ലൈസൻസോട്. ഇനി അതല്ലെങ്കിൽ തന്നെ VM രാധാകൃഷ്ണൻ കൊടുക്കാൻ പാടില്ലായോ? അത് മാറ്റിവെക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഈ K ബാബുവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവുകൊണ്ട് റെയ്ഡ് എടുത്തണമെന്ന്. ആ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഇടപെടൽ എങ്ങനെയാണ്? അനോണിമസ് ആയൊരു കത്താണ്. 3, ഇവിടെ കഴിഞ്ഞ ദിവസം KM മാണിക്കെതിരായിട്ടുള്ള FIR എടുത്തു. ആരാ പരാതിക്കാരൻ? അഡ്വക്കേറ്റ് നോബിൾ മാത്യു. എന്ത് നഷ്ടമുണ്ടായി? ഉമ്മൻചാണ്ടിയുടെ വർത്തമാനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അടുത്ത് ഹോപ്പ് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് സന്തോഷ് മാധവൻ, അതിൽ അടൂർ പ്രകാശ്, കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി ഇവരെല്ലാം പ്രതിയാക്കണമെന്ന് പറയുന്ന കേസ് ആരാ മൂവാറ്റുപുഴ കോടതി കൊടുത്തത്? ഒരു ബാറുകാരനുമല്ല, ഗിരീഷ് ബാബു എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. അതോടൊപ്പം കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഉയർത്തിക്കൊണ്ടുവന്ന സഖാവ് AK ബാലൻ. എന്ത് നഷ്ടമുണ്ടായിട്ടാ? അപ്പോൾ ഇത് ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് ശ്രമിച്ചത് ഇത്രയും വലിയൊരു അഴിമതി, ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം. എന്നിട്ട് അദ്ദേഹം മറ്റൊരു വലിയ വേദം ഇന്ന് പറയേണ്ട വലിയ രസകരമായ കാര്യമാണ്. തെറ്റായ സന്ദേശവും കീഴ്വഴക്കവും കേരളത്തിൽ ഇത് നൽകും. മുൻപ് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിലോ കുറ്റപത്രം നൽകിയ കേസുകളിൽ പോലുമോ പൊതുപ്രവർത്തകരെ അപമാനിക്കാൻ റെയ്ഡ് നടത്തിയ സംഭവം ഉണ്ടായിട്ടില്ല. പണ്ടൊന്നോ നടന്ന പതിറ്റാണ്ടുകൾ, ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഏതൊരു കൊലപാതകത്തിൻ്റെ പേരിൽ പാവപ്പെട്ട വയോധികനായ MM മണിയുടെ വീട്ടിൽ ഇവർ കയറി അപമാനിച്ചതിങ്ങനെ ഒരു 3 ജില്ലയിലെ പോലീസായിരുന്നില്ലേ? മോഹനം മാസ്റ്റർ പിടിച്ചത് റോഡിൽ ഓടിച്ചിട്ട് ആ ഉമ്മൻചാണ്ടിയാണ്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഉമ്മൻചാണ്ടി. ഫോൺ ചെയ്തവർ, പോയവർ, വന്നവർ, എന്തെല്ലാം കള്ളക്കഥ. നിങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കേസ് CPIMൻ്റെ ഉന്നത നേതാക്കളെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ വിചാരണവേളയിൽ തന്നെ ഇവർ പ്രതിസ്ഥാനത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. കെട്ടിച്ചമച്ചു. രാഷ്ട്രീയത്തെ ഇതിന് വേണ്ടിയില്ല ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ സൗമ്യ, ഞങ്ങളിത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് വളരെ കൃത്യമാണ്. അതെല്ലാം ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ആ പോളിസിയല്ല. രാഷ്ട്രീയ പ്രതിയോഗികളെ ഏതെങ്കിലും കേസിൽപ്പെടുത്തുക എന്ന തെറ്റായ കീഴ്വഴക്കമല്ല ഇടതു മുന്നണി ഇവിടെ ഉയർന്നത്. നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരായ ഒരു സമരമാണ്. ഇന്ന് പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കൾ, അതിൽ Aയും ഉണ്ടാകും, Bയും ഉണ്ടാകും. ആരൊക്കെ അനധികൃത സ്വത്ത് സമ്പാദിച്ചോ അതിനെ സ്വാഗതം ചെയ്യണ്ടേ? അഴിമതിക്കെതിരായ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിനെ ഉമ്മൻചാണ്ടിയെപ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര ഭയപ്പാടോട് കാണുന്നത്? ഒരു സംശയവും വേണ്ട, ഉമ്മൻചാണ്ടിക്കറിയാം ഇനി അടുത്ത് ഈ തത്ത ഏത് കാർഡാണ് എടുക്കാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം അവർക്കെല്ലാം. വരാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ല വാർത്തകൾ കേൾക്കാനിരിക്കുന്നതേയുള്ളൂ. ഒരു സംശയവും വേണ്ട. ഫക്രുദ്ദീൻ, നമുക്ക് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് കൂടി പരിശോധിച്ചാൽ നിലവിലത്തെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം എത്രത്തോളം വഷളാണെന്നുള്ളത്, അല്ലെങ്കിൽ ആ വിധത്തിൽ സംഘടനാപരമായ ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ, പ്രത്യേകിച്ച് ബാബുവിന്റെ വിഷയം വരുന്നു, ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചനകൾ വരുന്നു. ഈ ഒരു ഘട്ടത്തിലൊക്കെ സുധീരന്റെ മൗനം സ്വാഭാവികമായും
ആ ഒരു പൊളിറ്റിക്സ്, കോൺഗ്രസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇനി അതെങ്ങനെയായിരിക്കും? അല്ല, കോൺഗ്രസിന് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇത്ര വലിയൊരു പരാജയം ഒന്നും അവർ പ്രതീക്ഷിച്ചില്ല. LDF ഇരാണെങ്കിൽ തന്നെ ഒരു 5 സീറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഈ രീതിയിൽ ആദ്യം വലിയൊരു വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ കരകയറിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്, നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഓരോരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധമുള്ളത് ഉമ്മൻചാണ്ടിക്കാണ്. ആ ഉമ്മൻചാണ്ടിയെ മാറ്റിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പം എന്ത് കാരണം കൊണ്ടാണെങ്കിലും പിന്നെ പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നത്. അപ്പം രമേശ് ചെന്നിത്തലാണ് എനിക്ക് ബഹുമാനമൊക്കെ തന്നെ, ആഭ്യന്തരമന്ത്രി എന്നുണ്ടെങ്കിൽ അത്ര മോശക്കാരൻ അദ്ദേഹത്തെ പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള അദ്ദേഹത്തിന്റെ നിലയിൽ അദ്ദേഹത്തെ പെരുമാറ്റം അപ് ടു ദ മാർക്കല്ല. അത് ഉമ്മൻചാണ്ടിയോ അല്ലെ കെ മുരളീധരനെ പോലെയുള്ള ആളുകളായിരുന്നു. അപ്പുറത്ത് സുധീരൻ ആദർശാത്മകമായ ഒരു സമരം നയിച്ചു. ഇത് ജയിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ തോറ്റ സമയത്ത് സുധീരൻ കാരണം 10 സീറ്റ് പോയി എന്നാണ് നാട്ടുകാരും കോൺഗ്രസ് കരുതുന്നത്. അപ്പോൾ ആ രീതിയിൽ അമ്പ് കൊള്ളാത്തവരാരുമില്ല കോൺഗ്രസ് നേതൃത്വത്തിനൊന്നും അവസ്ഥയാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഒരു ന്യൂ ജനറേഷൻ വരുന്നു. അവരും ആരൊക്കെയോ പേടിക്കുന്നു, അല്ല അവരെ പേടിപ്പിക്കാൻ സബുക്ക ബലറാമിനെതിരെ പറഞ്ഞു കേട്ടല്ലോ, ഒരു ശ്രമം നടക്കുന്നു. ഇങ്ങനെ മൊത്തം ഒരു അസ്വസ്ഥതയും ഒരു അവ്യക്തതയും കോൺഗ്രസ് പൊളിറ്റിക്സിലുണ്ട്. ഈ അവ്യക്തതയും അസ്വസ്ഥത ഈ രീതിയിൽ തുടരാൻ അവർക്ക് പറ്റുന്നത്, എന്നിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് രാജേട്ടനെ പോലുള്ള ആ മനുഷ്യനാണ് BJPയുടെ നേതാവായിട്ട് നിയമസഭയിൽ ഉള്ളതെന്ന്. ഒരുപക്ഷെ സുരേന്ദ്രനെ പോലുള്ള ആളായിരുന്നു ചിത്രം മാറിപ്പോകായിരുന്നു. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഞാൻ റഹീമൊക്കെ പറയുന്നത് ഞങ്ങളാണ് കോൺഗ്രസോ അല്ലെ മുസ്ലിം ലീഗ് ഒന്ന് നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവരൊക്കെ നമുക്ക് ആവശ്യമാണ് സെക്യുലർ ഫെബിക്ക് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ രീതിയിലുള്ള കോൺഗ്രസ് ഇവിടെയുള്ള വർഗീയ രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റുള്ളവർക്കും വളർന്നു വരാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. രണ്ട്, മുമ്പ് ബാബുവിനെതിരെ ആ സമയത്ത് ബാബുവിനെ പോലെയുള്ള അഴിമതി ആരോപണ വിധേയരായ ആളുകൾ അന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അത് നല്ലൊരു കീഴ്വഴക്കമാകുമായിരുന്നു. ഇനിയും സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇനിയും പരസ്പരം അടികൂടുമ്പോൾ ഇവർ ഒരു കാലത്ത് നന്നാവില്ല എന്ന് UP-യിലും ബീഹാറിലും ജനങ്ങൾക്ക് തോന്നിയ പോലെ മലയാളിക്കും തോന്നാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വസ്തുത സലീം ഖാനെ പോലുള്ള ആളുകൾ മറക്കാൻ പാടില്ല. ഒരുപക്ഷെ ശ്രീ ആന്റണി രാജു, മുന്നണിക്കുള്ളിൽ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് മുന്നണി മര്യാദ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ചർച്ചകളൊക്കെ നടത്തിയതിൻ്റെ ഒക്കെ ഭാഗമായ ആൾ കൂടിയാണ് താങ്കൾ. ഒരുപക്ഷെ ആ വളരെ ഉറക്കെ തന്നെ ആ ആവശ്യങ്ങൾ പല മീറ്റിങ്ങുകളും താങ്കൾ പറഞ്ഞതടക്കം വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അന്ന് കോൺഗ്രസ് കാണിച്ചിരുന്ന ആ ഒരു ധാർഷ്ട്യവും ഇന്നത്തെ ഈ ഒരു അവസ്ഥയും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ല, അന്ന് ഈ മാണി സാറുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ ബാബുവിനെതിരെ ഉയർന്നു വന്ന കേസുമായി ബന്ധപ്പെട്ട് മാണി ഗ്രൂപ്പ് അന്ന് ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താ? ഇരട്ട നീതി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇരട്ട നീതി കാണിക്കുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇരട്ട നീതി കാണിക്കുന്നില്ല, തുല്യനീതി കാണിക്കുന്നു എന്നുള്ളത് മാണി ഗ്രൂപ്പിന് പോലും പറയാൻ കഴിയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ മാണി സാറ് ബാബുവിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ, FIR ഇട്ടപ്പോൾ, റെയ്ഡ് വന്നപ്പോഴത്തേക്ക് മാണി സാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇരട്ട നീതി ആയിരുന്നെങ്കിൽ സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്ന് ഇപ്പോൾ ഇരട്ട നീതി മാറി രണ്ടുപേർക്ക് തുല്യനീതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇവിടെ ശ്രീ സലീമിവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശ്രീ മാണിയെ ഞങ്ങളെ പാർട്ടിക്കകത്ത് പാർട്ടി ചെയർമാൻ ഈ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ഞങ്ങളോട് പറയുമ്പോൾ, ഞങ്ങൾക്ക് നേരിട്ട് തെളിവില്ലാതിരിക്കുമ്പോൾ, ഞങ്ങൾക്കറിയാത്തൊരു ബിജു രമേശ് വന്ന് പണം കൊടുത്തു എന്ന് ഞങ്ങൾക്ക് സാക്ഷിയില്ലാതെ പറയുമ്പോൾ, ഞങ്ങൾ മാണി സാറ് പറയുന്നത് വിശ്വസിച്ച് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്തല്ല, KM മാണിക്ക് വേണ്ടിയല്ല ഡിഫെൻഡ് ചെയ്ത്. അന്ന് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിക്ക് കിട്ടിയ ഉത്തമ വിശ്വാസം മാണി സാർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തു അന്ന്. പക്ഷേ കോടതി ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും ശക്തമായി പാർട്ടിക്കകത്ത് ശ്രീ KM മാണി ഒരു നിമിഷം വൈകാതെ രാജിവെക്കണമെന്ന് പാർട്ടിക്കകത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങൾ തന്നെയാണ്. മാണിയോട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക വിധേയത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കകത്തുകൊണ്ട് മാണിയോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുമോ? ഞങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കാൻ നിലകൊണ്ടു. അതുകൊണ്ട് എല്ലാ അഴിമതിക്കും ചുവടുപുടയ്ക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ധാരണ ആർക്കും വേണ്ട. ഇവിടെ ഒരു കാര്യം കൂടി, അടുത്ത് BJ കുര്യൻ കേരള ശബ്ദത്തിലുള്ള അതായത് റീസെന്റ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, മാണി സാറിനോട് കാണിച്ച അതേ നീതി ബാബുവിന് കാണിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി ഇപ്പോഴും കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ ഇപ്പം കുര്യൻ്റെ വാക്കുകൾ കടമെടുത്ത് കഴിഞ്ഞാൽ പിണറായി ഗവൺമെന്റ് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം മാണി സാറിനും അതുപോലെ തന്നെ ബാബുവിന് ഒരേ നീതി കൊടുക്കുന്നു, തുല്യ നീതി കൊടുക്കുന്നു, ഇരട്ട നീതി കൊടുക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് എല്ലാവർക്കും ഈ അഭിപ്രായമല്ല. ഇതാണ് ഇവിടെയുള്ള പ്രശ്നം. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തന്നെ പല തലത്തിൽ നിൽക്കുന്നു. ഇത് അപകടകരമായ സൂചനയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. വേറൊരു കാര്യം, നിങ്ങൾ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖരായ പല വക്താക്കളെ ഇപ്പം എന്താ ചർച്ചയ്ക്ക് കിട്ടാത്തത്? നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്തുകൊണ്ടാണ്. പല ആൾക്കും മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ വരാം. ശ്രീ PS സലീം, താങ്കളെ പോലുള്ളവർക്ക് ഒരു പക്ഷേ അത് പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന
ഇങ്ങനെയുള്ള നേതാക്കളെ, ബാബുവിനെ പോലെയുള്ള നേതാക്കളെ മാറ്റി നിർത്തി പാർട്ടി ഒന്നാകെ ശുദ്ധീകരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയല്ലേ? പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഹൈക്കമാൻഡ് അസംതൃപ്തമാണ്. കേരളത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ, നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പൊതുവിൽ ഒരു അഴിച്ചുപണി അതല്ലേ ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത്? ശ്രീ സലീം. അല്ല സൗമ്യ, ഈ ആന്റണി രാജു ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം മറക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ സൗമ്യ ഉണ്ടല്ലോ, നമ്മളെ ജസ്റ്റിസ് കമാൽ പാഷ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞ സ്റ്റേജിൽ പോലും മാണി സാറിനെ അതിശക്തമായ ഭാഷയിൽ ആന്റണി രാജുവിൻ്റെ എല്ലാ സർഗവൈഭവവും ഉപയോഗിച്ച് ഞാൻ ആദ്യം പരസ്യമായിട്ടും പാർട്ടിക്കകത്ത് ആവശ്യപ്പെട്ടു. സലീം ഇതൊന്നും വളച്ചൊടിക്കരുത്. സലീം അറിയാതിരുന്ന അറിയില്ലായിരുന്നു. അല്ലല്ല, ഇത് യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയാണ്. അന്ന് ശ്രീ ഉണ്ണിയാടൻ ന്യായീകരിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇത് KM മാണിയുടെ രാജി അനിവാര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ വാർത്തകൾ തന്നെയായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സ്പ്ലിറ്റ് ഉണ്ട് എന്ന രീതിയിൽ തന്നെ വാർത്തകളായിരുന്നു. അന്നത് വാർത്തയായിരുന്നു. ഇല്ലില്ല, ആന്റണി രാജു എവിടെ പറഞ്ഞു? ഞാൻ ചാനലിലും പറഞ്ഞു, പാർട്ടിക്കകത്തും പറഞ്ഞു, വാർത്തയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? PJ ജോസഫ് സാറിനെ കൂടെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനാണല്ലോ ദൂതനായി പോയത് മാണിയോട്. PJ ജോസഫ് രാജിവെക്കാൻ പറ്റില്ല, മാണി രാജിവെക്കണം എന്ന് ഞാനല്ലേ പറഞ്ഞത്. അതൊക്കെ ചാനലിൽ കണ്ടതൊക്കെ മറന്നുപോയോ? അങ്ങനെ മറവിരോ? ഇവിടെ ആദ്യം പറഞ്ഞത്, ആദ്യം ന്യായീകരിക്കേണ്ടി വന്നത് തങ്ങൾക്ക് മുമ്പിൽ തെളിവില്ലായിരുന്നു. പാർട്ടി ചെയർമാൻ പറയുന്നു ഞാൻ കുറ്റക്കാരനല്ലെന്ന്. അത് വിശ്വസിക്കാണല്ലോ. അല്ല സൗമ്യ, ഇപ്പൊ ആന്റണി രാജു പറഞ്ഞത് അന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുന്ന ആ ഒരു ശിശുസഹജമായ നിഷ്കളങ്കതൊക്കെ അതെവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? നിലപാട് മാറിയെങ്കിൽ നിലപാട് മാറി എന്ന് പറയുക. ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ആ പാർട്ടിയിൽ പോലും നിൽക്കാതെ മാറിയവരാണ് ഞങ്ങള്. സലീമിനെ പോലുള്ള ഒരാൾക്ക് അത് കഴിയുമോ? ആർജവം കാണിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോൾ ആ പാർട്ടി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടവരാണ് ഞങ്ങൾ. ഇന്ന് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാളെ നടക്കുമെന്ന് 6 മാസം മുമ്പേ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞവരാണ്. മാണി UDF വിടും, അതുപോലെ തന്നെ NDAയിലേക്ക് പോകാൻ കളവൊരുങ്ങും, ഈ അഴിമതികളെല്ലാം പുറത്തു വരും, മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി പോകും എന്ന് പറഞ്ഞത് ഒന്നൊന്നായി ശരിയായിക്കൊണ്ട് ഞങ്ങളങ്ങ് പാർട്ടി വിട്ടുപോയവരാണ്. ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് ആ പാർട്ടി തുടർന്നവരല്ലേ ഞങ്ങള്. ഈ പറഞ്ഞതുപോലെ തന്നെ ബാബുവിന്റെ കാര്യത്തിൽ ആ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. കോടതി, വിജിലൻസ് അന്വേഷണം, റെയ്ഡ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലും നിങ്ങൾ ബാബുവിനെ സംരക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം. അല്ല സൗമ്യ, ഞാൻ പെട്ടെന്ന് അവസാനം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ റെയ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴൽ പടർത്തിയിരിക്കുന്നത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഒരു വിജിലൻസ് എൻക്വയറി എന്ന് പറയുന്നത് കുറെ കൂടി സയന്റിഫിക് ആണ്, അത് കുറെ കൂടി ഓതന്റിക് ആയിരിക്കണം, അതിന് കുറെ കൂടി അത് പലപ്പോഴും അതൊരു ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് ആണ് പലപ്പോഴും ഇതിന് വേണ്ടിയിരുന്നത്. ഇത് 22 പവൻ ആഭരണവും 1 ലക്ഷം രൂപയായി കണ്ടെടുത്തു എന്ന് വാർത്ത നൽകി. അങ്ങനെയല്ലോ, എത്ര ബിനാമികൾ, അവരുടെ പേരിൽ എത്ര സ്വത്തുകൾ, എവിടെയൊക്കെ സ്ഥലങ്ങൾ, ഇതൊക്കെ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി എന്താ മകളുടെ 4 ലോക്കറുകൾ തുറക്കാനിരിക്കുന്നു. ഒരു ലോക്കർ തുറന്നപ്പോൾ 117. അല്ല, വരുന്ന ദിവസം അത് 117. ഇപ്പോൾ 117 ഭവൻ സ്വർണം കിട്ടി, ബാക്കി ലോക്കറുകൾ തുറക്കാനിരിക്കുന്നു. ഇനി ബാക്കി പുറത്തറിയാനുള്ള ബിനാമികൾ ഇനിയുമുണ്ട്. ശ്രീ സലീം, ഒരു സംശയം എന്ന് പറഞ്ഞോട്ടെ സലീം, നിങ്ങൾ എല്ലാവർക്കും പുകമറ സൃഷ്ടിച്ചുള്ള അന്വേഷണം. ശ്രീ സലീം, ഓരോ ദിവസം നമുക്ക് തെളിവുകൾ വരുമല്ലേ. ഈ ലോക്കർ പോയി തപ്പി ഒന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ശ്രീ സലീം, അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? പുകമറയാണ്, നിയമവിരുദ്ധമാണ്, നീതി നിഷേധമാണ്. അങ്ങനെയെങ്കിൽ ഈ FIR കോശിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്? അത് സുധീരൻ പറഞ്ഞാൽ മതി.
താങ്കൾ ഈ പറയുന്ന ശ്രീ വി.എം. സുധീരൻ പറഞ്ഞാൽ മതി. രണ്ടാമതൊരു കാര്യം ഒരു അഭിഭാഷകനല്ലേ? അല്ല ശ്രീ സലീം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് പറഞ്ഞു വിജിലൻസ് അന്വേഷണം സയന്റിഫിക് ആണ്, അതിനകത്ത് തെളിവുകൾ വേണം, ഫാക്ട് വേണം. ആ തെളിവുകൾ തേടിയുള്ള യാത്രയാണ്. സൗമ്യ, ഇവിടെ പലപ്പോഴും ജനങ്ങൾ തന്നെ ഈ സിസ്റ്റത്തെ വെറുക്കാൻ കാരണം എന്താ? അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യാനിട്ടല്ല, അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്യും. പറയട്ടെ ശ്രീ സലീം, ഞാനൊന്ന് പറയട്ടെ, വമ്പൻ സ്രാവുകളിലേക്ക് വരില്ല, ഒരു പരിധി വരെ വന്നത് നിൽക്കും. മൂന്നാമതൊന്ന്, ഈ കള്ളപ്പണം ഉണ്ടാക്കി അഴിമതി നടത്തി, അപ്പോൾ ബൾക്ക് ഓഫ് മണി ഉണ്ട്, ആ പൈസ എവിടെ, ആ ബ്ലാക്ക് മണി കണ്ടെത്താൻ കഴിയില്ല. ഇങ്ങനെ തേടിയുള്ള അന്വേഷണങ്ങളില്ല, ഈ റിക്കവറി ഇല്ല. അതാണ് ഇവിടെ നടക്കുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കയറി. ഞാനൊരു കാര്യം ശ്രീ സലീമിനോട് ചോദിക്കട്ടെ. അദ്ദേഹം മന്ത്രിയായിരുന്ന 5 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന നന്ദകുമാർ ഇത്രയും ഭൂമി എവിടെ നിന്ന് വാങ്ങിക്കൂട്ടി? മരട്, അവിടുത്തെ തൃപ്പൂണിത്തുറ പ്രധാനപ്പെട്ട സെന്ററുകളിലാണ്. സച്ചിൻ ടെണ്ടുൽക്കർ വാങ്ങിയ ഭൂമി കൊടുത്തത് ഈ നന്ദകുമാറാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞത് കൊടുത്തതൊക്കെ ഈ നന്ദകുമാറിനാ? എവിടെ നിന്ന് കിട്ടി ഈ ഭൂമി? കോടിക്കണക്കിന് രൂപ. ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ ശമ്പളം എത്രയാണ് സർക്കാർ കൊടുക്കുന്ന ശമ്പളം? അദ്ദേഹം എങ്ങനെ ഈ ഭൂമി വാങ്ങി? ഇതെല്ലാം വസ്തുതകളല്ലേ? അത് അന്വേഷിക്കാൻ പോണ്ടേ? അത് ബാബുവിൻ്റെതാണെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോകാതിരിക്കാൻ ഉമ്മൻചാണ്ടി അല്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആര് പറഞ്ഞു? അല്ലെ റഹീം, അന്വേഷിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ, സൗമ്യ, ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്. അല്ല, അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങള് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മാധ്യമ ഇവിടെ ഈ ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പാമോയിലിൻ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി കോടതിയിൽ സത്യസന്ധമായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റാണ് LDF. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ ഈ പാമോയിലിൻ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ നിലപാടെടുക്കണ്ടേ? രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടി ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? LDF ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാമോയിലിൻ കേസിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എടുത്ത നിലപാട്. ശ്രീ PS സലീം, അതിനുള്ള മറുപടി വേണം. ഒപ്പം തന്നെ അങ്ങനെയെങ്കിൽ ഡിപ്ലോമാറ്റിക് ഡിഫൻസ് ആണ്, പാമോലിൻ കേസിലേക്ക് ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. അല്ല, രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഏറ്റവും വലിയ ആയുധമാക്കേണ്ടത് രാഷ്ട്രീയമാണെങ്കിൽ ഈ 4 മാസം മുമ്പ് സത്യവാങ്മൂലം നൽകുമ്പോൾ 40 രൂപ എന്ന് നൽകിയ ബാബുവിന് എങ്ങനെ ഇത്രയേറെ സ്വത്ത് വന്നു? അല്ല, കെ ബാബുവിന്റെ സ്വത്ത് അല്ല, ഇപ്പോഴും കെ ബാബുവിന് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾ കരുതുന്ന രീതിയിലുള്ള സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. ആരുടെയൊക്കെയോ പേരുകൾ കെ ബാബുവായി പർപ്പസ്ഫുള്ളായി ലിങ്ക് ചെയ്താണ് ഇപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കിതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം വരുമല്ലോ. 2 അഭിഭാഷകർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒരു വിജിലൻസ് അന്വേഷണവും ഈ ചർച്ചകൾ ഉരുത്തിരിയുന്ന ഒരു പുകമറയും ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടുന്ന രീതിയിലേക്കല്ല പോകുന്നത്. ഒരു രാത്രിയിലെ ചർച്ചകൾക്ക് വേണമെങ്കിൽ ഇത് സഫീഷ്യൻ്റ് ആകാം. പക്ഷേ നമുക്ക് ഒരു കൃത്യമായ ഒരു വിജിലൻസ് എന്ന് പറയുന്ന നിഷ്പക്ഷമായ അന്വേഷണ സംവിധാനത്തിൻ്റെ അന്വേഷണ രീതികളുമായി ഇപ്പോൾ നമുക്കിതിനെ കൂട്ടിവായിക്കാൻ കഴിയില്ല. ശ്രീ റഹീം, അങ്ങനെ കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇതിപ്പോൾ ഒരു ദിവസത്തെ ചർച്ചയെന്നല്ല, ഇപ്പോൾ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള. എന്തുകൊണ്ട് കഴിയില്ല? അത് അദ്ദേഹം പറയുന്നില്ല. ഇത് ഒരു നിഷ്പക്ഷമായ അന്വേഷണമാണെന്ന് വിലയിരുത്താൻ കഴിയില്ല എന്ന് ശ്രീ സലീം പറയുമ്പോൾ അദ്ദേഹം എന്താണെതിന്റെ കാരണം, ആ നിഗമനത്തിലേക്ക് അദ്ദേഹവും ശ്രീ ഉമ്മൻചാണ്ടിയും എത്തിച്ചേരാനുള്ള കാരണം എന്താ? അതില്ല. ഇത് വെറുതെ സഹപ്രവർത്തകനെ ന്യായീകരിക്കാൻ ശ്രീ സലീം, ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒന്ന് കേൾക്കൂ. നിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിനെ സംബന്ധിച്ച്, കോൺഗ്രസിനുള്ളിലെ എ ഗ്രൂപ്പിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കെ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പലതും പറയേണ്ടി വരും. എ ഗ്രൂപ്പിൽപ്പെട്ട വക്താക്കൾക്കും ഇതുപോലെ വന്ന് പലതും പറയേണ്ടി വരും. അത് നിങ്ങളുടെ രാഷ്ട്രീയ ദയനീയാവസ്ഥ. ഞാനിവിടെ പറയുന്ന ഒരൊറ്റ കാര്യം, ജനങ്ങളെ സംബന്ധിച്ച് ഇതല്ല പ്രശ്നം, ഗവൺമെന്റിനെ സംബന്ധിച്ചും ഇതല്ല പ്രശ്നം. ഞങ്ങൾക്ക് ബാബുവോ അടൂർ പ്രകാശോ നിങ്ങളുടെ എയോ അയ്യോ മാണിയോ ഇതൊന്നുമല്ല പ്രശ്നം. ഞങ്ങൾ അഴിമതിക്കെതിരായി ഒരു പൊതുവായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.
ആ നിലപാടിൻ്റെ ഭാഗമായി മുൻനിര അഴിമതിക്കാരുടെ പേരുകൾ ആദ്യം വരുന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങൾ അഴിമതിക്കെതിരായി ഞാൻ ചോദിക്കുന്നു ക്രിയാത്മകമായ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അതിനൊന്ന് വോട്ടാണ്. രണ്ടാമതൊരു കാര്യം, നിങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമാണ് എങ്കിൽ അഴിമതിക്കെതിരെ നടക്കുന്ന ഈ സമരത്തെ, വിജിലൻസിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഈ നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യണ്ടേ? നിങ്ങളൊന്നും കൂടി സ്വാഗതം ചെയ്യുന്നില്ല. അപ്പോൾ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. ആ പേടിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം, താങ്കളുടെ ഈ പ്രതികരണം. വളരെ പെട്ടെന്ന് മറുപടിയിലേക്ക് ശ്രീ സലീം. അല്ല, ഇവിടെ ഞാൻ റഹീം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഈ അന്വേഷണത്തെക്കുറിച്ചല്ല പറയുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അന്വേഷണം ആർക്കുമെതിരെ അന്വേഷിക്കട്ടെ. പക്ഷേ കെ ബാബുവിനെതിരായി നിലവിൽ എങ്ങനെ നിലപാട് തന്നെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും കയറി എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്ന് കരുതി കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് ആരാണ്? കോൺഗ്രസിന്റെ KPCCയുടെ അഭിപ്രായം പറയേണ്ടത് ആരാണ്? KPCCയുടെ അധ്യക്ഷൻ, അത് VM സുധീരനാകട്ടെ, വേറെ ഒരാളാകട്ടെ, അല്ല, KPCC പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും അഭിപ്രായം പറയണം എന്ന് നിങ്ങൾ വാർത്ത വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പറഞ്ഞെന്താ? KM മാണിക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളാണ് ശ്രീ സുധീരൻ. ആ KM മാണി മറ്റൊരു പാർട്ടിക്കാരനായ, മുന്നണിയിൽ നിന്ന് പുറത്തുപോയ KM മാണിയോട് കാണിച്ച ഒരു നീതിയെങ്കിലും ബാബുവിനോട് ശ്രീ സുധീരൻ കാണിക്കണ്ടേ? അതുകൊണ്ട് സുധീരൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണത് ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ നേതാവായ ശ്രീ MMSN പറഞ്ഞതിനോടുള്ള സലീമിന്റെ അഭിപ്രായം എന്താ? ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല? ഹസൻ പറയുന്നത് പോലെ MMSN പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് വേറെയാണ്. അല്ല, അത് MMSN പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതാ ഒന്ന് പറഞ്ഞേ. അല്ല, MMSN കോണ്ടെക്സ്റ്റ് വേറെയാണ്. അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ പറയുന്നതാണ്. സുധീരന് അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയാണ്. പക്ഷേ ശ്രീ സലീം, ഇതൊന്ന് ശ്രദ്ധിക്കണം. ബാബുവിനെ സംരക്ഷിക്കാനുള്ള ചുമതല കോൺഗ്രസിനുണ്ട് എന്ന് ഹസൻ പറഞ്ഞാൽ സ്വാഭാവികമായും അത് ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്ന് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഉമ്മൻചാണ്ടി സപ്പോർട്ട് ചെയ്തു, താങ്കൾ അടക്കമുള്ളവർ ചാനൽ ചർച്ചകളിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ച സുധീരൻ മാത്രമാണ്. കേരളത്തിലെ എല്ലാ കോൺഗ്രസുകാരുടെയും സംരക്ഷണം KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ. അല്ല, ബാബുവിനെ സംരക്ഷിക്കുന്നില്ല. അവിടെയാണ് ഹസൻ ഓർമ്മപ്പെടുത്തുന്നത് സംരക്ഷിക്കണം. പ്രതികരിക്കാൻ വൈകുന്നു എന്നുള്ളത് നിങ്ങൾ അതുമായി ക്ലബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ക്ലബ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഈ വിഷയവുമായി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കെ ബാബുവിനൊരു സംരക്ഷണത്തിന്റെ കവചം തീർക്കാനുള്ള ഒരു പൽപ്പവ്യൂഹത്തിലൊന്നും കേരളത്തിൽ കെ ബാബു ഉൾപ്പെട്ടിട്ടില്ല. ബാർ നിരോധനത്തിന് ശേഷമാണ് ബാബുവിനെതിരെ അഴിമതി ആരോപണം വരുന്നത്. എങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഹസൻ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു പത്മവ്യൂഹത്തിൽ പെട്ടിട്ടുണ്ട്, സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഹസൻ ഓർമ്മപ്പെടുത്തിയത്. അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സലീം പറഞ്ഞ അഭിപ്രായം അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. അങ്ങനെ നിങ്ങൾ VM സുധീരൻ KPCCയുടെ പ്രസിഡന്റ് ആണ്. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ തുടങ്ങിയാൽ KPCC പ്രസിഡന്റിന് അതിന് സമയം കാണുകയുള്ളൂ. KPCC പ്രസിഡന്റ് പ്രതികരിക്കേണ്ട സമയത്ത് ആ രീതിയിൽ പ്രതികരിക്കും. ആരും നൽകണ്ട. MMSN ആവശ്യപ്പെട്ടത് തെറ്റാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, MMSN പറഞ്ഞ കാര്യങ്ങൾ അത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ കണ്ടാൽ മതി. നിങ്ങൾ അത് ആ രീതിയിൽ ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതുകയും വേണ്ട. അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അല്ല, എന്തായാലും KPCC പ്രസിഡന്റ് കെ ബാബുവിന് എതിരായി പറഞ്ഞിട്ടില്ലല്ലോ. ഇതെതിരായിട്ട് പറഞ്ഞ പോലെയാണല്ലോ. അനുകൂലമായിട്ട് പറയാതിരിക്കുന്നതിന് അർത്ഥം എന്താ? ഇതൊക്കെ ഞാൻ പറയുന്നത് KPCC പ്രസിഡന്റിനോട് ശ്രീ MMSN ഈ മൈക്കിലൂടെ പറയേണ്ട കാര്യമുണ്ടോ? KPCC പ്രസിഡന്റ് ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം എന്ന് ശ്രീ MMSN ഞങ്ങളോട് വിളിച്ച് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ KPCC ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ പോരെ? അതിനെന്താ സലീമിന് മറുപടി ഇല്ലാതെ പോകുന്നത്? ശ്രീ സലീം, യഥാർത്ഥത്തിൽ VM സുധീരൻ തന്നെ ആപേക്ഷികമാണ്. അത് വിജിലൻസ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട സംരക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? എങ്ങനെ? പിന്നെ എന്ത് സംരക്ഷണമാണ്?
അല്ല, വിജിലൻസ് എൻക്വയറിയുമായി അത് നിങ്ങൾ കരുതുന്ന ഒരു ഏതോ ഒരു വലിയ വിപത്തിൽ കെ ബാബു നിൽക്കുന്ന ഒരു വ്യാഖ്യാനവും അതിന് നൽകുന്ന സംരക്ഷണവുമാണെങ്കിൽ അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യം കെ ബാബുവിന് അല്ലെങ്കിൽ കെ ബാബുവിനെ വളഞ്ഞു ഒരു ശ്രമമായി വിജിലൻസിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത് അങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങളെ വിട്ടു, കേസ് വിട്ടു. ഇല്ലില്ല, എം എം എസ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ആ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. ശ്രീ സലിമേ, യഥാർത്ഥത്തിൽ താങ്കൾ ഇത്രയും പ്രയാസപ്പെടുമ്പോൾ നോക്കൂ സൗമ്യ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സുധീറിന് എടുക്കുന്നതല്ലേ ശരിയായ നിലപാട്? അഴിമതിക്കെതിരെ ഒരു പാർട്ടി എന്നുള്ളത് ഒരു കാര്യം അങ്ങോട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം ശ്രീ സലീം ഞാൻ പറഞ്ഞോട്ടെ. അങ്ങ് ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് ആണ്. ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നിലപാടിലേക്കും ആർജവത്തിലേക്കും തിരിച്ചു വരുന്നതിന്റെ തെളിവാണ് എങ്കിൽ VM സുധീറിന്റെ തെളിവിനെ നിലപാടിനെ നല്ല സൂചനയായി കാണണ്ടേ? ശ്രീ സലീമിന് അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ നാട്ടിലെ അധികം രാഷ്ട്രീയമാകാത്ത ആളുകൾക്ക് പോലും അറിയാം ശ്രീ സലീം സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ്. ശ്രീ സലീം, യഥാർത്ഥത്തിൽ കോൺഗ്രസ് പെട്ടുപോയ പ്രതിസന്ധിയാണ് കുറേ നേരമായി അങ്ങ് സ്ക്രീനിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്. കോൺഗ്രസ് വല്ലാതെ കുരുക്കൽപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ ഇതിനെല്ലാം മറുപടി തരുന്നുണ്ട്. നിങ്ങൾ അഴിമതിക്കെതിരെ ഇനിയെങ്കിലും നിലപാടെടുക്കുക. ആ അഴിമതിക്കെതിരായ നിലപാട് അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് പാർട്ടിയല്ലേ താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് കേട്ടോ. അല്ല എനിക്ക് ആനന്ദ് രാജു മറുപടി പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആനന്ദ് രാജു ആ റിപ്പോർട്ട്, ആ ഗൂഢാലോചന റിപ്പോർട്ട് പുറത്തുവിടട്ടെ. അത് കേമാനുടെ ഇല്ല, കേമാനോട് ചോദിക്കും. ആനന്ദ് രാജു ആ ഗൂഢാലോചന റിപ്പോർട്ടും കൂടെ ഈ ചർച്ചയിൽ നോക്കട്ടെ. അത് KM മാണിയോട് ചോദിക്കും. വേറൊരു ചർച്ച വയ്ക്കാം. അല്ല, ആ റിപ്പോർട്ട് ഞാൻ പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസിൽ പോയത് കൊണ്ട് എനിക്ക് ആ റിപ്പോർട്ട് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ രാഷ്ട്രീയ മാന്യത കൊണ്ട്, എന്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് ആ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നപ്പോൾ എന്റെ വിശ്വാസപൂർവ്വം ഏർപ്പിച്ച ഒരു ദൗത്യം, എന്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് ഞാൻ പുറത്തു പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാനൊരു വിശ്വാസവഞ്ചന കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയപ്പോൾ ആ റിപ്പോർട്ട് മുഴുവൻ വേണമെങ്കിൽ പീപ്പിൾ ചാനലിലേക്ക് കൊടുത്തിട്ട് പോകാമായിരുന്നു. ഉൾക്കൊള്ളുന്നു, നിർബന്ധിക്കുന്നില്ല. അല്ല, ആ സ്പിരിറ്റിൽ, കാരണം അങ്ങയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു നിലപാടും ഉണ്ടാവുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ആ നിലപാടിനോട് ഞങ്ങൾ പൂർണ്ണമായ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ആ ഒരു എൻ്റെ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു. താങ്കൾക്ക് അതിൽ സമയം തിരക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏതായാലും ഹസൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറയാതെ താങ്കൾ ആ കോണ്ടെക്സ്റ്റ് എന്ന് മാത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് നിർത്തുകയാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ PS സലീം ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്, ശ്രീ A റഹീം, ശ്രീ ആന്റണി രാജു, ഫക്രുദ്ദീൻ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. ഏതായാലും കോഴ വിഷയം തന്നെയായിരുന്നു ഇന്ന് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത്. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ MD K പത്മകുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. സിമന്റ് ഡീലർഷിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. സൻവീസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.